സ്ഥാനാർത്ഥികളുടെ സത്യവാങ്മൂലത്തിലെ സ്പെഷ്യൽ അഡ്ഹസീവ് സ്റ്റാമ്പിന് നിയമസാധുതയില്ലെന്ന് വിദഗ്ധർ പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ സത്യവാങ്മൂലത്തിൽ ഉപയോഗിച്ചത് സ്പെഷ്യൽ അഡ്ഹസീവ് സ്റ്റാമ്പാണ്. നോട്ടറി സ്റ്റാമ്പുകൾക്ക് പകരമാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് സ്റ്റാമ്പ് ആക്ടിന് വിരുദ്ധമാണെന്നാണ് നിയമവൃത്തങ്ങൾ പറയുന്നത്. ബിപിൻ സി വിജയൻ ഈ വാർത്തയുടെ അപ്ഡേറ്റുമായി ചേർന്നു കൊച്ചിയിൽ നിന്ന്. പറയൂ ബിപിൻ. ഇത് വളരെ ഗൗരവമുള്ള ഒരു വാർത്തയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്പെഷ്യൽ അഡ്ഹസീവ് സ്റ്റാമ്പുകളാണ് അഫിഡവിറ്റിൽ, അതായത് സത്യവാങ്മൂലത്തിൽ പ്രധാനമായും എല്ലാവരും തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ നോട്ടറി സ്റ്റാമ്പാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മോട് സംസാരിച്ചത് ഏകദേശം 2011 മുതൽ ഈ കേരള നോട്ടറിയായി പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് പി ചാത്തുക്കുട്ടിയാണ്. അദ്ദേഹം ഇതിൽ പറയുന്നത് ഇങ്ങനെ ഒരു പരാതിയായിട്ട് തന്നെ അദ്ദേഹം ഇത് ഉന്നയിക്കുകയാണ്. കാരണം നോട്ടറി സ്റ്റാമ്പ് ഒട്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിന് നിയമസാധുത ഇല്ല എന്നുള്ളതാണ്. നമ്മൾ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകുന്ന സത്യവാങ്മൂലത്തിൽ നോട്ടറി സ്റ്റാമ്പ് അല്ല ഉപയോഗിച്ചത് എന്നുണ്ടെങ്കിൽ അതിന് നിയമസാധുത ഇല്ല എന്നുള്ളത്. പക്ഷേ പ്രധാനമായിട്ടുള്ള പിണറായി വിജയൻ, ഇ ഡി സതീശനും, നേമത്ത് രാജീവ് ചന്ദ്രശേഖറും അങ്ങനെ അഡ്വക്കേറ്റുള്ള മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ളവർ ഉപയോഗിച്ചിരിക്കുന്നത് സ്പെഷ്യൽ അഡ്ഹസീവ് സ്റ്റാമ്പാണ്. നമ്മൾ നോട്ടറി ഡയറക്ടറുമായിട്ട് ഇത് സംസാരിച്ചിരുന്നു. അപ്പോൾ ട്രഷറി ഡയറക്ടറുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ ട്രഷറി ഡയറക്ടർ ഈ ഒരു സ്പെഷ്യൽ അഡ്ഹസീവ് സ്റ്റാമ്പ് ഈ സത്യവാങ്മൂലത്തിൽ ഒട്ടിക്കുന്നത് അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു 4 വർഷം മുൻപ് ഒരു പരാതിയായി സർക്കാരിലേക്ക് സമർപ്പിച്ചിരുന്നു. പക്ഷേ അതിന് ഒരു മറുപടിയും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടിയാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് കോടതിയിലൊക്കെ കൂടുതൽ ചർച്ചകൾക്ക് വഴിയൊരുക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം എല്ലാവരും ഈ സ്റ്റാമ്പ് ഒട്ടിക്കുന്നു. നിലവിൽ നോട്ടറി സ്റ്റാമ്പ് 5 രൂപയുടേതാണ് വിപണിയിലുള്ളത്. ഇത് ട്രഷറിയിൽ ലഭ്യതയ്ക്ക് ഒരു കുറവുമില്ല. ആ 5 രൂപയുടേത് 100 രൂപയ്ക്ക് തുല്യമായിട്ടുള്ള സ്റ്റാമ്പുകളാണ് സാധാരണഗതിയിൽ ഈ സത്യവാങ്മൂലത്തിൽ ഒട്ടിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ 20 സ്റ്റാമ്പുകൾ നോട്ടറിയുടേതായി ഒട്ടിക്കേണ്ടതുണ്ട്. ഇതിനു പകരം ഒരു 100 രൂപയുടെ ഒന്നോ അല്ലെങ്കിൽ 50ന്റെ 2 ആയിട്ടുള്ള ഈ സ്പെഷ്യൽ അഡ്ഹസീവ് സ്റ്റാമ്പുകളാണ് നിലവിൽ ഒട്ടിച്ചു വരുന്നത്. ഇത് നിയമസാധുതയില്ലാത്തതാണ്. ഒപ്പം തന്നെ സ്റ്റാമ്പ് ആക്ടിന് വിരുദ്ധവുമായിട്ടുള്ള കാര്യം എന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടതുണ്ട്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.